നിയമാവർത്തന പുസ്തകം 31 അധ്യായം 3 വചനം ആദ്യമേ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ. നീ വേറെ ആരുമല്ല കേട്ടോ. നമ്മുടെ ജീവിത പങ്കാളിയോ, നമ്മുടെ മാതാപിതാക്കളോ, നീ നമ്മുടെ സുഹൃത്തുക്കളോ, നമ്മുടെ സഹോദരങ്ങളോ, നീ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോ, ഇവരാരുമല്ല, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കുന്ന, ദൈവമേ എൻ്റെ കൂടെ, നീ എൻ്റെ കൂടെ, എൻ്റെ മുൻപിൽ, നീ എൻ്റെ സമീപം, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ മക്കൾ, അധികാരികൾ, ഇവരെല്ലാം ഉണ്ടാകും എന്ന് അനേകർ ചിന്തിക്കുന്നുണ്ട്. ഈ ചിന്ത കളയാനാണ് തിരുവചനം പറയുക. ആ ചിന്ത എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. എന്താ ഉപേക്ഷിക്കണമെന്ന് വചനം പറയാൻ കാരണം, ഈ ഇരിക്കുന്ന അനേകർക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ കഠിനമായ പ്രതിസന്ധി പ്രശ്നം വന്നപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള മാതാപിതാക്കൾക്കോ, മക്കൾക്കോ, സഹോദരങ്ങൾക്കോ, ജീവിത പങ്കാളിക്കോ, സുഹൃത്തുക്കൾക്കോ, അധികാരികൾക്കോ, സഹപ്രവർത്തകർക്കോ നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും സാധിച്ചില്ല. നീ അവർക്കൊന്നും നമ്മെ ആശ്വസിപ്പിക്കാൻ പോലും സാധിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് പ്രിയമുള്ളൊരു മെഡിസിൻ പരീക്ഷയിൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ വ്യക്തിയുടെ ഒരു മനസ്സിൻ്റെ ഒരാഗ്രഹം, ആ വ്യക്തിയുടെ ഒരു സ്വപ്നം, ഈ വ്യക്തി മെഡിസിൻ പരീക്ഷയിൽ ആദ്യ പ്രാവശ്യം ഉയർന്ന രീതിയിൽ വിജയിക്കും ഒരു വിചാരമായിരുന്നു. ഹല്ലേലൂയ. ഈ വ്യക്തിയെ സഹായിക്കാൻ, സ്നേഹിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ അനേകർ ഉണ്ട് കേട്ടോ. അപ്പം ഈ വ്യക്തിയുടെ വിശ്വാസം എന്തായിരുന്നു? നിയമം ഇത്രയും പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിയമം ഇന്ന വ്യക്തികൾ എന്നെ സഹായിക്കുന്നു, നിയമം അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഈ മെഡിസിൻ പരീക്ഷയിൽ ഈ ദൈവമായ കർത്താവ് എനിക്ക് വിജയം നൽകും. പ്രിയമുള്ള ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പോലും ആ വ്യക്തി വിജയിക്കുന്നതായിട്ട് കണ്ടു എന്ന ദൈവികമായ സന്ദേശമുണ്ടായിരുന്നു എന്ന് ആ വ്യക്തി വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ആ വ്യക്തിയുടെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ആ വ്യക്തി അപ്രതീക്ഷിതമായ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഈ ഒരു പ്രാവശ്യം എഴുതിയ പരീക്ഷയിൽ ഈ ഒരു പരാജയം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ അത്ഭുതപ്പെടുകയുണ്ടായി. ആ വ്യക്തി ഒന്നാമതായിട്ട് പഴിചാരുക കൂടിയുള്ളവരെയും രണ്ട് ദൈവത്തെയൊക്കെയാണ്. ഇനി ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ഇങ്ങനെ ധ്യാനം കൂടിയിട്ട് കാര്യമില്ല, ഇനി ഇങ്ങനെ കൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല, ഇനി ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് ജയമാല ചൊല്ലിയിട്ട് കാര്യമില്ല. നീ ഒരു പരാജയം, നീ ഒരു പ്രതിസന്ധി, ജീവിതത്തിലൊരു തകർച്ച, ഒരു പ്രാവശ്യം, നീ ഒരു പ്രാവശ്യം കടന്നു വന്നത് ഈ വ്യക്തി ദൈവത്തെ പോലും ഉറ്റനെ പോലൊക്കെ ഉപേക്ഷിക്കുമ്പോൾ, ഇതൊന്നും വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ തിരുവചനം പറയുന്നു, നീ വേറെ ആർക്കും നിന്നെ ആശ്വസിപ്പിക്കാൻ സാധിക്കില്ല. കരമേറ്റെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നീ അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ അവരെല്ലാം എന്നെ സഹായിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, നീ അതുകൊണ്ട് ഞാൻ ഈ പരീക്ഷ വിജയിക്കുമെന്ന് കരുതി. പക്ഷെ ഇവരെല്ലാം സ്നേഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയം വരികയാണ്. ഇതുമൂന്ന് അനേകർ കൂടെ ഉണ്ടെങ്കിലും ഒരു പ്രതിസന്ധി, ഒരു തകർച്ച, ഒരു പരാജയം വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ അവരൊന്നും എവിടെയില്ല, നമ്മുടെ കൺമുമ്പിലില്ല. നീ നമ്മുടെ കൺമുമ്പിൽ കാണാനില്ല കേട്ടോ. ഈ ജീവിതത്തിൽ പ്രതിസന്ധിയും തകർച്ചയും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ആര് മാത്രമാണുള്ളത്? ഈശോ മാത്രം. ഈ കഴിഞ്ഞ് ഏതാനും മാസം മുമ്പ് വാർദ്ധക്യം വന്ന ഒരപ്പൻ്റെ കണ്ണുനീര് കാണുകയുണ്ടായി. ഈ അപ്പൻ ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിച്ച അപ്പനാണ്. ഈ അപ്പൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച അപ്പനാണ്. ഈ അപ്പൻ്റെ അധ്വാനം മുഴുവനും തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ഈ അപ്പന് വാർദ്ധക്യം വന്നപ്പോൾ, ഈ അപ്പൻ രോഗാവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ, ഈ അപ്പനെ കൊണ്ട് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ആദ്യമേ ഈ വ്യക്തിയുടെ ഭാര്യ തള്ളി പറഞ്ഞു. ഭാര്യ ആ വ്യക്തിയോട് പറഞ്ഞു, എവിടെയെങ്കിലും ഇങ്ങേർക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? പ്രിയമുള്ളതിനെ ചങ്ക് പൊട്ടിയാണ് അദ്ദേഹം അത് പങ്കുവയ്ക്കുക. അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെ നോക്കാതെയായി, മരുന്ന് വാങ്ങിക്കൊടുക്കാതെയായി. എന്തിന്? ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല, ഈ അപ്പനെ ഭാര്യയെ മക്കൾ കൂടി ആ വീട്ടിൽ നിന്ന് പുറന്തള്ളി. ഇന്ന് ഏതോ കൂട്ടുകാരുടെ വീട്ടിൽ മാറി മാറി താമസിക്കുകയാണ്.
ഈ അപ്പം വന്ന് കണ്ണുനീരോടെ ചോദിച്ച പ്രാർത്ഥന നിയോഗമിതായിരുന്നു, ജോർജിയച്ച, എനിക്കെൻ്റെ വീട്ടിലേക്ക് ഒന്ന് മടങ്ങി ചെല്ലാൻ സാധിക്കുമോ? ഈ അപ്പൻ്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എൻ്റെ കണ്ണ് നിറഞ്ഞു. ഈ ശരീരത്തിന് ആരോഗ്യം പോലും നഷ്ടപ്പെട്ടു പോയ ഒരപ്പന. ഈ അപ്പൻ്റെ എത്രയോ വർഷം അധ്വാനം, ഈ അപ്പൻ്റെ ആരോഗ്യം, ഈ അപ്പൻ്റെ സ്നേഹം, ഈ അപ്പൻ്റെ സമയം, ഇതെല്ലാം ഈ ഉറ്റവർക്ക്, പ്രിയപ്പെട്ടവർക്ക് വെച്ച് നൽകിയിട്ട് ജീവിതത്തിൽ ഒരു കുറവ് വന്നപ്പോൾ, ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ ഉറ്റവരെല്ലാം മുൻപിൽ കാണാനില്ല. നീ അവനെയൊന്നും മുൻപിൽ കാണാനില്ല കേട്ടോ. അവനെല്ലാം മുൻപിലുണ്ടാകും. എന്നെ കൈ പിടിച്ചെന്നെ താങ്ങി പിടിച്ചെന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നല്ലേ നമ്മൾ പലരും വിശ്വസിക്കുക. അതില്ല എന്ന് ദൈവം പറയുകയാണ്. കരുമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ചില ജീവിതങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. എന്നനേക ജീവിതങ്ങളിൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവരേത് വചനം ഓർക്കണം? ഇനി മുമ്പിൽ നിന്ന് കൈ പിടിച്ച് കൊണ്ടുപോകാൻ ഒരു ഭിത്തിമൂലം നമ്മുടെ മുമ്പിൽ ഇല്ലാതെ വരുമ്പോൾ ഈ വചനം ഒന്ന് ഓർക്കണം. നിയമാവർത്തന പുസ്തകം 31 അധ്യായം 3 വചനത്തിൻ്റെ ആദ്യ ഭാഗം. ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. പ്രിയമുള്ള നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ. ഈ തന്നെ എന്ന വാക്ക് മത്സ്യപതിയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ, കർത്താവ് തന്നെ എന്ന തിരുവചനം പറയുമ്പോൾ വേറെ ആരെയും മുൻപിൽ പോകാനില്ല കേട്ടോ. ഈ ജീവിതത്തിൻ്റെ മുൻപിൽ പോകാൻ ഈ കർത്താവ് തന്നെ കാണും. നോക്കി, ഈ വചനത്തിൻ്റെ ഈ അഭിഷേകം, നീ മുൻപിൽ പോകാൻ അനേകര് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവര്, നീ അനേകരെ കൂടെ ഉണ്ടാകും എന്ന് കരുതുന്ന വ്യക്തികൾ, തിരുവചനം പറയുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ മുൻപിലോ പറയിലോ നീ അവരെ ഇല്ലാതെ വരുമ്പോൾ നീ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ സ്വന്തം ദൈവം, നിന്റെ സ്വന്തം കർത്താവ്, നിന്റെ സ്വന്തം ഈശോ, നീ ആ ദൈവം തന്നെ നിനക്ക് മുമ്പേ പോകും. മൂവാറ്റുപുഴ അവിടെ നിന്ന് ഒരു യുവാവ് താമറി വന്ന് കഴിഞ്ഞ 4-5 മാസമായി ഈ വ്യക്തിയുടെ കാൽപാദത്തിൽ പ്രിയമുള്ളവരെ ചെറിയ വ്രണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാൽപാദത്തിൽ വ്രണമുള്ളത് കൊണ്ട് ആ വ്യക്തിക്ക് നടക്കാനോ ഈ കാലുകൊണ്ട് ജോലി ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. ഉള്ളങ്കാലിലാണ് ഈ രോഗം വന്നുകൊണ്ടിരിക്കുക. അറിയപ്പെടുന്ന ഒരു സ്കിൻ ഡോക്ടറെ പോയി കണ്ടു. ഈ ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിക്കണം, ടാബ്ലറ്റ് എടുക്കണം. ഈ വ്യക്തി ഈ ഡോക്ടർ നൽകിയ ഈ ടാബ്ലറ്റ്, ഈ മരുന്നെല്ലാം കഴിച്ചു. ഈ മരുന്ന് കഴിക്കുമ്പോൾ ആ രോഗം അല്പം കുറയും. നീ അത് കഴിഞ്ഞ് വീണ്ടും ഈ രോഗം കയറി വരും. നീ അത് കഴിഞ്ഞ് അടുത്ത ഡോക്ടറെ പോയി കണ്ടു. നമ്മൾ അങ്ങനെ 3-4 ഡോക്ടർമാരെ മാറി കണ്ടു. എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് നീ മരുന്ന് കഴിക്കണം. ഈ മരുന്ന് കഴിക്കുമ്പോൾ ഒന്ന് കുറയും, വീണ്ടും ആ രോഗം വരും. അങ്ങനെ ഈ യുവാവ് വന്ന് ഈ താമ്പൂറിൽ ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അന്ന് ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഒരു സന്ദേശമായിരുന്നു, കാലിൽ വ്രണം വന്ന് അത് പൊട്ടി ഒഴുകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നു. ഈ ആരാധനയുടെ സമയത്ത് ഈ കാലി വ്രണമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. രണ്ടാമത് ദൈവാത്മാവ് നൽകിയ ദൈവികമായ സന്ദേശമായിരുന്നു, ഈ ആരാധന, ഈ ശുശ്രൂഷ കഴിഞ്ഞ് 6 ദിവസത്തിനുള്ളിൽ ആ രോഗം പരിപൂർണമായിട്ട് മാറും. ഹല്ലേലൂയ. അപ്പം ഈ നിരവധി ഡോക്ടർമാരെ കണ്ട് ഈ കാലിൻ്റെ ഉള്ളങ്ങാലി വ്രണമെന്ന് പൊട്ടിയൊടുക്കുന്ന ഈ യുവാവ് ആ സമയം വിശ്വസിച്ച്, ദൈവമേ, ആ വ്യക്തി ആരാണ്? ഞാനാണ്. ഒന്ന് കരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. ആ വ്യക്തി ആ ഏകദിന കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. പിന്നെ ഈ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് ആ വ്യക്തി എടുത്തിട്ടുണ്ട്. ഭീമളിനെ അങ്ങനെ വീട്ടിൽ ചെന്നു. അത് കഴിഞ്ഞ് ആ വ്യക്തി പിറ്റേ ദിവസം നോക്കുന്ന സമയം ആ വ്യക്തി കാണുന്ന കാഴ്ച, അനേകം നാളുകളായി പൊട്ടി ഒടുക്കുന്ന ആ വ്രണം അത് കരിഞ്ഞ് സുഖപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും അസ്വസ്ഥതകളും തകർച്ച വരുമ്പോൾ ഈ കർത്താവ് തന്നെ മുൻപിൽ പോകാനുണ്ടാവും.